JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിന്റെ എക്സ്പെക്ടഡ് സിലബസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് നമുക്ക് അതിന്റെ ഏറ്റവും പുതിയ രീതി സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റാങ്ക് നിർണ്ണയിക്കുന്നത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ വിശദമായിട്ടുള്ള സിലബസ് എക്സ്പെക്ടഡ് സിലബസ് എങ്ങനെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. പാർട്ട് 1ന്റെ അകത്ത് കോപ്പറേറ്റീവ് ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ് ആണ്. കൂടാതെ എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ്, അടുത്ത കോപ്പറേറ്റീവ് ഓഡിറ്റ്, അടുത്ത ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, അടുത്ത സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, അടുത്ത സോഴ്സസ് ഓഫ് ഫണ്ട്സ്, അടുത്തത് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള. പാർട്ട് 2വിനകത്ത് വരുന്ന കൊമേഴ്ഷ്യൽ ബാങ്കിങ്, സെൻട്രൽ ബാങ്കിങ്, ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലിസം പീരീഡ്, അടുത്ത ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ, അടുത്ത ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്, law relating to negotiable instruments, agriculture and microfinance by bank, അടുത്ത technological advances in banking, അടുത്ത recent trends in Indian banking. അതാണ് പാർട്ട് 2വിനകത്ത് വരുന്നത്. പാർട്ട് 3ക്കകത്ത് IT ആൻഡ് സൈബർ ലോസ്. ഇത്രയുമാണ് നമ്മൾ കോപ്പറേറ്റീവ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പ്രതീക്ഷിക്കുന്ന സിലബസ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം. കോപ്പറേറ്റീവ് ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ്, എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ്, കോപ്പറേറ്റീവ് ഓഡിറ്റ്, ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, സോഴ്സസ് ഓഫ് ഫണ്ട്സ്, കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള. പാർട്ട് 2വിനകത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിങ്, സെൻട്രൽ ബാങ്കിങ്, ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസം പീരീഡ്, അടുത്ത ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ, ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്, ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്, അടുത്ത ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്, റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്. കൂടാതെ പാർട്ട് 3ൽ വരുന്ന ഏതാണ് IT ആൻഡ് സൈബർ ലോസ്. ഇത്രയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ സിലബസ് വരുന്നത്. അപ്പോൾ ഈ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് ഈ സിലബസ് അനുസരിച്ച് നമുക്ക് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. The main object of forming a cooperative society is to. The main object of forming a cooperative society is to. അതായത് ഒരു സഹകരണ സംഘം രൂപീകരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഒരു സഹകരണ സംഘം രൂപീകരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? നിങ്ങളെല്ലാം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആൻസർ അറിയാമോ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ complete cooperative principles, option B economic welfare of members, option C provide loan consumer goods to members, option D create employment opportunities. ഏതാണ് ശരി ഉത്തരം? The main object of forming a cooperative society is to. ഏതാണ് ശരി ഉത്തരം? economic welfare of members. economic welfare of members. അടുത്ത ക്വസ്റ്റ്യൻ. ചെയർമാൻ ഓഫ് കേപ്പ് കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻ കേരള ഈസ്. ആരാണ് ചെയർമാൻ ഓഫ് CAPE? ആരാണ് ചെയർമാൻ ഓഫ് CAPEയുടെ ചെയർമാൻ ആണ് കേരളയുടെ? ആർക്കെങ്കിലും അറിയോ ചെയർമാൻ ഓഫ് CAPE ആരാണ്? ശരി ഉത്തരം ഏതാണ്? ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ആണ് അല്ലെ? ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയാണ് ചെയർമാൻ ഓഫ് CAPE. ഇതിന്റെ അകത്ത് വേറൊരു ചോദ്യം കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. CAPEയുടെ ഫുൾ ഫോം എന്താണ് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അബ്രിവേഷൻസ് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. CAPEയുടെ ഫുൾ ഫോം എന്താണ്?
കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കേരളയിലെ ചെയർമാൻ ആണ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അടുത്ത ക്വസ്റ്റ്യൻ, ഫോം നമ്പർ യൂസ്ഡ് ടു ക്രിയേറ്റ് ഗഹാൻ, അതായത് ഒരു ഗഹാൻ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഫോം നമ്പർ ഏതാണ്? ഫോം നമ്പർ 8A, ഫോം നമ്പർ 8C, ഫോം നമ്പർ 8B, ഫോം നമ്പർ 8D. ഏതാണ് ശരി ഉത്തരം? ഫോം നമ്പർ യൂസ്ഡ് ടു ക്രിയേറ്റ് ഗഹാൻ. ഏതാണ് ശരി ഉത്തരം? ഫോം 8A ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, The Multi-State Cooperative Societies Act 2002 of India has incorporated dash in its second schedule. The Multi-State Cooperative Societies Act 2002 of India has incorporated dash in its second schedule. അതായത് മൾട്ടി-സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 2002 ഇന്ത്യയുടെ ഡാഷ് സംയോജിപ്പിച്ചിരിക്കുന്ന അതിന്റെ രണ്ടാം ഷെഡ്യൂളിൽ എന്താണ് സംയോജിപ്പിച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ കോപ്പറേറ്റീവ് വാല്യൂസ്, ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, in December 2009 the United Nations declared dash year as the International Year of Cooperatives. അതായത് 2009 ഡിസംബറിൽ യുണൈറ്റഡ് നേഷൻസ് ഡാഷ് വർഷത്തെ സഹകരണ പ്രവർത്തനങ്ങളുടെ അന്താരാഷ്ട്ര വർഷമായി പ്രഖ്യാപിച്ചു. ഏത് വർഷത്തെയാണ് സഹകരണ പ്രവർത്തനങ്ങളുടെ അന്താരാഷ്ട്ര വർഷമായിട്ട് പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ 2012, ഓപ്ഷൻ ബി 2010, ഓപ്ഷൻ സി 2011, ഓപ്ഷൻ ഡി 2013. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 2012. In December 2009 the United Nations declared 2012 year as the International Year of Cooperatives. അടുത്ത ക്വസ്റ്റ്യൻ, collective management is realized by the cooperative organization through. അതായത് ഡാഷിലൂടെ സഹകരണ സംഘടനയാണ് കളക്റ്റീവ് മാനേജ്മെന്റ് നടപ്പാക്കുന്നത്. ഓപ്ഷൻ എ സ്കെയിലർ ചെയിൻ, ഓപ്ഷൻ ബി ഡിവിഷൻ ഓഫ് വർക്ക്, ഓപ്ഷൻ ബി എലക്ഷൻ ഓഫ് ഓഫീസ് ബേയേഴ്സ്, ഓപ്ഷൻ ഡി ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. കളക്റ്റീവ് മാനേജ്മെന്റ് is realized by the cooperative organization through election of office bearers. Election of office bearers. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not a cooperative federation in India? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിന്റെ അകത്ത് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഇൻ ഇന്ത്യ അതുമായിട്ട് അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. which of the following is not a cooperative federation in India? ഏതാണല്ലാത്തത്? ഓപ്ഷൻ എ നാഫെഡ്, ഓപ്ഷൻ ബി മദർ ഡയറി, ഓപ്ഷൻ ഡി ഇഫ്കോ, ഓപ്ഷൻ ഡി ക്രിപ്കോ. എല്ലാവർക്കും അറിയാം അല്ലെ? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഏതാണ്? മദർ ഡയറി. മദർ ഡയറി. അടുത്ത ക്വസ്റ്റ്യൻ, the right of set off means. the right of set off means. അതായത് സെറ്റ് ഓഫിന്റെ അവകാശം അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ റൈറ്റ് ടു സെല്ല്, ഓപ്ഷൻ ബി റൈറ്റ് ടു ട്രാൻസ്ഫർ, ഓപ്ഷൻ സി റൈറ്റ് ടു ബൈ, ഓപ്ഷൻ ഡി റൈറ്റ് ടു കമ്പൈൻ. the right of set off means. ഏതാണ് ശരി ഉത്തരം? റൈറ്റ് ടു കമ്പൈൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the bankers lien is always. the bankers lien is always. അതായത് bankers lien എപ്പോഴും ഡാഷ് ആണ്. ഓപ്ഷൻ എ ജനറൽ ലീൻ, ഓപ്ഷൻ ബി സ്പെസിഫിക് ലീൻ, ഓപ്ഷൻ സി മോർഗേജ് ലീൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. the bankers lien is always general lien. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. the bankers lien is always a general lien. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, input and output devices such as monitors and keyboards are classified as. input and output devices such as monitors and keyboards are classified as. മോണിറ്ററുകളിലും കീബോർഡുകളും പോലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ ഉപകരണങ്ങളെ ഡാഷ് ആയി തരംതിരിക്കുന്നു. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ അരിത്തമെറ്റിക് യൂണിറ്റ്സ്, ഓപ്ഷൻ ബി കൺട്രോൾ യൂണിറ്റ് ഡിവൈസസ്, ഓപ്ഷൻ സി പെറിഫറൽ ഡിവൈസ്, ഓപ്ഷൻ ഡി മെയിൻ സ്റ്റോർ ഡിവൈസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പെറിഫറൽ ഡിവൈസസ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് such as monitors and keyboards are classified as peripheral devices. അപ്പോൾ
ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.